തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ അവധി അപേക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് പുറത്തുവരുന്നത്. കാപ്പ കേസിൽപ്പെട്ട് നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലറെ അയോഗ്യതയിൽ നിന്ന് രക്ഷിക്കാൻ തിരുവനന്തപുരം മേയർ വി രാജേഷും ബി.ജെ.പി. ഭരണസമിതിയും നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നത് നമ്മൾ കണ്ടു. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനം അയോഗ്യമാകുമെന്ന ചട്ടം മറികടക്കാനാണ് ജൂൺ 22-ാം തീയതി ജയിൽ സൂപ്രണ്ട് മുഖേന സുഗതൻ കൗൺസിലിന് അവധി അപേക്ഷ സമർപ്പിച്ചത്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് തള്ളിയിരുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഈ ബദൽ നീക്കവുമായി മുന്നോട്ട് പോയത്. എന്നാൽ ബി.ജെ.പി. കൗൺസിലർക്ക് വഴിവിട്ട രീതിയിൽ യാതൊരു ആനുകൂല്യവും നൽകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമാക്കി ഫയൽ നിരസിച്ച് തിരിച്ചയക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ചെയ്തത്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണപക്ഷത്ത് നിന്നുണ്ടാകില്ല എന്ന ഉറച്ച നിലപാടാണ് മന്ത്രി ഷാജി സ്വീകരിച്ചത്. എന്നാൽ തദ്ദേശ മന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചില ദുരൂഹ ഇടപെടലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി നിരസിച്ച ഫയലിൽ വീണ്ടും അൺഒഫീഷ്യൽ നോട്ട് എഴുതി ചേർത്ത് ഫയലിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി സുഗതന് അവധിക്കപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് തദ്ദേശ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് അനുകൂല റിപ്പോർട്ട് നൽകുകയായിരുന്നു. തദ്ദേശ വകുപ്പിൽ നിന്ന് ലഭിച്ച ഈ അനുകൂല റിപ്പോർട്ടിൻ്റെയും മറുപടി കത്തിൻ്റെയും ബലത്തിലാണ് മേയർ വി രാജേഷ് സുഗതൻ്റെ അവധി അപേക്ഷ കൗൺസിലിൽ വോട്ടിനിട്ട് പാസാക്കിയെടുക്കുകയും 6 മാസത്തേക്ക് അവധി നൽകി അദ്ദേഹത്തിൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കുകയും ചെയ്തത്. അതായത് UDF കേരളം ഭരിക്കുമ്പോഴും തദ്ദേശ മന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അറിയാതെ 2 വകുപ്പുകളും തമ്മിൽ ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യം ബി.ജെ.പിക്ക് അനുകൂലമായി എന്നർത്ഥം. ബി.ജെ.പി. ഭരണസമിതിയുടെ ഈ നീക്കങ്ങൾക്ക് കൂട്ടുനിന്നതും ഫയലിൽ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിയതും തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയായ ഡോക്ടർ ചിത്ര പി. അരുണിമയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതരമായ അധികാര ദുർവിനിയോഗവും പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് പൊതുഭരണ സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിയുടെ ഉത്തരവ് മറികടന്ന് ബി.ജെ.പി. ഭരണസമിതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ഫയലിൽ ദുരുദ്ദേശത്തോടെ തിരിമറി നടത്തുകയും ചെയ്ത അണ്ടർ സെക്രട്ടറി ചിത്രയെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേരള ഭരണ സർവീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു KAS ഉദ്യോഗസ്ഥക്കെതിരെ സർക്കാർ ഇത്തരമൊരു കടുത്ത നടപടി സ്വീകരിക്കുന്നത്. മന്ത്രി നിരസിച്ച ഫയലിൽ മാറ്റങ്ങൾ വരുത്തിയതിന് പിന്നിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെക്കുറിച്ചും രാഷ്ട്രീയ താൽപ്പര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി കെ.എം. ഷാജി വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങളുടെ ഭരണത്തിന് കീഴിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികൾ.